ഹംഗറിയിലെ ബുദാപെസ്റ്റിലെ ഒരു ട്രാമിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇന്നാട്ടുകാർ തന്നെയാണ് ട്രാമിൽ അധികമായിട്ടുള്ളത്. അങ്ങനെ ഇവിടുത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഞങ്ങൾ വണ്ടി ഇറങ്ങി. ഹംഗേറിയൻ പ്രതാപം ഉൾക്കൊള്ളുന്ന സെൻട്രൽ മാർക്കറ്റാണ് ഞങ്ങളുടെ ആദ്യ ലക്ഷ്യസ്ഥാനം. ലിബർട്ടി ബ്രിഡ്ജ് എന്നാണ് മുന്നിലുള്ള ഈ പാലം അറിയപ്പെടുന്നത്. ലിബർട്ടി ബ്രിഡ്ജും പഴയകാല ട്രാമുകളുമെല്ലാം ചേർന്ന സുന്ദരമായ കാഴ്ചകളാണ് ഇവിടെ. സെൻട്രൽ മാർക്കറ്റിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത്. ഗംഭീരമായൊരു നിർമ്മിതിയാണ് ഈ സെൻട്രൽ മാർക്കറ്റ്. അങ്ങനെ ഞങ്ങൾ സെൻട്രൽ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതാണ് സെൻട്രൽ മാർക്കറ്റിൻ്റെ ഉൾവശം. 100-ലേറെ വർഷം പഴക്കമുള്ളതാണ് സെൻട്രൽ മാർക്കറ്റ്. ബുദാപെസ്റ്റിലെ ഏറ്റവും വലുതും പഴയതുമായ മാർക്കറ്റുകളിലൊന്നാണിത്. 1897 ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ഗ്രോസറി ഷോപ്പുകളും ഇവിടെയുണ്ട്. ബുദാപെസ്റ്റിലെ തനത് വിഭവങ്ങൾ കിട്ടുന്ന ഒരിടമാണിവിടെ. ഭക്ഷണ വൈവിധ്യങ്ങൾക്ക് പേരുകേട്ട ഒരിടം. ചിമ്മിണി കേക്ക് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം ഡെസേർട്ടാണിത്. ഇതിൻ്റെ പ്രിപ്പറേഷൻ കണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ്. 2000 ഹംഗേറിയൻ ഫിങ്കറ്റാണ് ഇതിൻ്റെ വില. പല വിഭവങ്ങളും ഞങ്ങൾ ട്രൈ ചെയ്തു നോക്കി. എല്ലാറ്റിനും അപാരമായ രുചി. ചിമ്മിണി കേക്ക് എടുത്തു പറയേണ്ട ഒരു വിഭവം തന്നെയാണ്. ഡെസേർട്ടുകളുടെ വില നിലവാരമൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അല്പസമയം ഇവിടെ എല്ലാം ചുറ്റി നടന്ന ശേഷം ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ മെല്ലെ ഇവിടെ നിന്നും പുറത്തിറങ്ങി. സെൻട്രൽ മാർക്കറ്റിൽ നിന്നും നേരെ ഞങ്ങൾ ചെന്നത് ഹംഗേറിയൻ പാർലമെൻറ്റ് കാണാനാണ്. ഇതാണ് ഹംഗേറിയൻ പാർലമെൻറ്റ്. ഡാനൂബ് നദിയുടെ ഓരം ചേർന്നാണ് ഹംഗേറിയൻ പാർലമെൻറ്റ് നിലകൊള്ളുന്നത്. ഹംഗേറിയൻ പാർലമെൻറ്റ് കണ്ട ശേഷം വീണ്ടും ഞങ്ങൾ ട്രാം കയറി യാത്ര തുടങ്ങി. അടുത്തതായി പോകുന്നത് ബുദാ കാസിൽ കാണാനാണ്. ഹംഗറിയിലെ ഒരു പ്രധാന നിർമ്മിതിയാണ് ബുദാ കാസിൽ. ബുദാ കാസിലിൻ്റെ പരിസരത്ത് എത്തിയതോടുകൂടി മഴ ആരംഭിച്ചു. നല്ല മൂടിക്കെട്ടിയ അന്തരീക്ഷം. അങ്ങ് ദൂരെ മലമുകളിലാണ് ബുദാ കാസിൽ നിലകൊള്ളുന്നത്. സ്വല്പം നടക്കാനുണ്ട് ഇവിടെ നിന്നും. മുകളിലേക്ക് പോകാനായി ഞങ്ങളൊരു ഫണിക്കുലർ ട്രാമിൽ കയറി. നടന്നു വേണമെങ്കിലും മുകളിലേക്ക് കയറാം. മഴയായതുകൊണ്ട് ആ തീരുമാനം വേണ്ടെന്ന് വെച്ചു. അങ്ങനെ കാസിലിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ബുദാപെസ്റ്റിൻ്റെ ഒരു പനോരമിക് വ്യൂ നമുക്ക് ലഭിക്കും. പ്രൗഢമാർന്ന ഒരു മഹത്തായ നിർമ്മിതിയാണ് ഈ ബുദാ കാസിൽ. പുരാതന ഹംഗേറിയൻ രാജാക്കന്മാരുടെ കൊട്ടാരക്കെട്ടുകളായിരുന്നു ബുദാ കാസിൽ. 1265 ഇതിൻ്റെ ആദ്യകാല നിർമ്മാണം നടന്നത്. പിന്നീട് 1749-നും 69-നും ഇടയ്ക്ക് ബൊറോക്ക് ശൈലിയിൽ ഇത് പുതുക്കി പണിയുകയായിരുന്നു. 2ാം ലോക മഹായുദ്ധകാലത്ത് ഒരുപാട് കേടുപാടുകൾ ഇതിന് സംഭവിച്ചു. ദാനൂബ് നദിയാണ് ആ കാണുന്നത്. ദാനൂബ് നദിക്ക് ഇരുവശവുമായാണ് ബുദാപെസ്റ്റ് പട്ടണം രൂപം കൊണ്ടിട്ടുള്ളത്. ഒരു കര ബുദയെന്നും മറുകര പെസ്റ്റ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ അത് രണ്ടും ചേർന്ന് ബുദാപെസ്റ്റ് എന്നറിയപ്പെടുന്നു. വൈകുന്നേരം 4 മണിയായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇരുട്ടായി. രാത്രികാല കാഴ്ച ഗംഭീരമായൊരു ദൃശ്യാനുഭവമാണ് ഞങ്ങൾക്ക് നൽകുന്നത്. കാസിലിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നേരെ ചെന്നത് തൊട്ടടുത്തുള്ള ഒരു ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ്. ഇവിടെ അടുത്ത് ഒരു മനോഹരമായ ചർച്ചുണ്ട്. അതിൽ നല്ല ലേസർ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ലേസർ ഷോയും തൊട്ടടുത്തുള്ള ക്രിസ്മസ് മാർക്കറ്റും ഞങ്ങൾ നടന്നു കണ്ടു. നന്നായി ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെയെല്ലാം. സുന്ദരമായ കാഴ്ചകളാണ് ഇവിടെ എല്ലായിടത്തും. ഇവിടുത്തെ ഈ വർണ്ണാഭമായ അന്തരീക്ഷത്തിൻ്റെ കൂടെ ചാറ്റൽ മഴയും കൂടി ചേർന്നപ്പോൾ അവിസ്മരണീയമായ ഒരു ദിവസമായി ഞങ്ങളുടെ ആദ്യ ഹംഗേറിയൻ ദിനം.